ختم الإله به النبوة ظاهر ما بين كتفيه الختام الفاخر في الفضل أولهم وبعثا آخر ياسين نبي خاتم مختوما صلوا عليه وسلموا تسليما. ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാൻ ഇന്ന് 20ാമത്തെ പകലിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇന്ന് അസ്തമയത്തോടുകൂടി റമദാനിൻ്റെ 3ാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രാത്രി മുതൽ തന്നെ ഈ മാസത്തിൻ്റെ 3ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കും. രാവ് പകല്, വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച പിറ്റേന്ന് വെള്ളിയാഴ്ച പകലാകുന്ന രാത്രി. അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തൊക്കെ ഉള്ളത് വെള്ളിയാഴ്ച രാവ്. അതുപോലെ ശറയിൽ അങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം. പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോമ്പിൽ പ്രവേശിക്കുകയും റമദാനിൽ പ്രവേശിക്കുകയും പിറ്റേന്ന് നോമ്പ് നോൽക്കുന്നതേയുള്ളൂ. പക്ഷേ തലേ ദിവസം രാത്രി നമ്മളെല്ലാവരും തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. റമദാൻ പിറന്നതായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ 21 പകല് ആകുന്നതിന് മുമ്പ് തന്നെ 21ാം രാവ്, അത് റമദാനിൻ്റെ അവസാനത്തെ 10 ഒരുപക്ഷേ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രി ഇന്ന് അസ്തമിച്ച രാത്രി ആയിക്കൂടാ എന്നില്ല. റമദാനിൽ ഏത് രാത്രിയിലും ആകാം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിൻ്റെ നിർണയത്തെക്കുറിച്ച് ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിൻ്റെ ഇടയിൽ വന്നിരുന്നു. പക്ഷേ പിന്നീട് അത് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അതായത് നിർണയമായി അതിനെ അറിയിച്ചു കൊടുക്കുക എന്ന സംഗതി ഉയർത്തപ്പെട്ടു. ലൈലത്തുൽ ഖദ്റല്ല ഉയർത്തപ്പെട്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി അറിഞ്ഞുകൂടാ എന്നും അതിന് അർത്ഥമില്ല. ഉമ്മത്തിന് ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നിർണയിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ഓർഡർ ഇല്ല. അവിടുന്ന് നമ്മളോട് പറഞ്ഞു, ഇൽതമിസു ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 രാത്രികളിൽ നിങ്ങൾ അതിനെ തേടിക്കൊള്ളുക. 21ാം രാവും 23ാം രാവും അതിലേതെങ്കിലും ഒരു രാത്രി ലൈലത്തുൽ ഖദ്ർ ആകാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ 27ാം രാവാണെന്ന് ഉറപ്പിച്ച് ഏതായിരുന്നാലും എല്ലാം ആകട്ടെ 27 ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് 27നെ ഒന്നും മാറ്റിവെക്കണ്ട. ഒരു പക്ഷേ ഇന്നത്തെ രാത്രി 21ാം രാവ് തന്നെ
ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലക്കി അടിച്ചുകൂടാ എന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അടിമകളായ നമുക്ക് അതിനെ ഒളിപ്പിച്ച് വെച്ചത് തന്നെ ആ ലൈലത്തുൽ ഖദ്റിന് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രമിക്കും എല്ലാ രാത്രികളും. അങ്ങനെ അവൻ നമുക്ക് കൂടുതൽ കിട്ടിയില്ലേ? അല്ലാഹു തആല നമുക്ക് ഉദ്ദേശിക്കുന്ന ഖൈറാണ്. കൂടുതൽ കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാത്രി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മളെ സ്ഥിതി? ലൈലത്തുൽ ഖദ്ർ ഏതെങ്കിലും ഒരു രാത്രി ആണെന്ന് നിർണയിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടറിയേണ്ടവരുടെ കഥയാണ്. അല്ലാഹു തആല ചെയ്ത ഹിക്മത്താണത്. അത് നമുക്ക് കൂടുതൽ ഇബാദത്തുകളും പരലോകത്തേക്ക് ധാരാളം വിഭവങ്ങളും ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു തആല അനുഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിങ്ങൾക്ക് ഖൈറായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുളും അതാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ രാത്രിയൊക്കെ നന്നായി ശ്രദ്ധിക്കണം. കൃത്യമായി തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇശാ നിസ്കാരവും അതിൻ്റെ ദുആയൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ പല പള്ളികളിൽ നിന്നും അങ്ങ് ഇറങ്ങിപ്പോകും. അത് തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അതിൽ പല ന്യായങ്ങളുമാണ്. ചിലർ പറയുക എനിക്ക് ഫർള് നിസ്കാരം ഒരുപാട് ഖളാ വീട്ടാനുണ്ട് എന്നാണ് ചിലരുടെ ന്യായം. അങ്ങനെ ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ള ആൾ ഇശാ നിസ്കാരവും കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നേരം സമയം കളയാൻ പറ്റുമോ? അവന് ഫർള് നിസ്കാരത്തിന് വേണ്ടി അവൻ്റെ സമയം മുഴുവനും അത്യാവശ്യ സമയങ്ങൾ വെച്ച് ബാക്കി എല്ലാ സമയങ്ങളും ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഫർള് നിസ്കാരം ഖളാ ഉണ്ട് എന്നത് ഒരു തടസ്സമായി പറഞ്ഞിട്ട് തറാവീഹും ഇല്ല, ഫർള് നിസ്കാരം ഖളാ വീട്ടലും ഇല്ല. അങ്ങനെ ഒരു ഗതികേട് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പോയിട്ട് ഖളാ വീട്ടുന്നില്ലെങ്കിൽ തറാവീഹ് നിസ്കരിച്ചോളി. ഇനി തറാവീഹ് നിസ്കരിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങളെ നിസ്കാരം ഖളാ വീട്ടിക്കോളി. അങ്ങനെയൊക്കെ ആകണം. അല്ലാതെ ചിലർ അതൊന്നുമില്ല, വെറുതെ ഒന്ന് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. ഒന്ന് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒന്ന് ആശ്വാസം പള്ളിയിലാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അത്ര ആശ്വാസമുള്ളൊരു സ്ഥലം വേറെ ഇല്ല. ഖൈറു ബിഖാഇൻ നാസി മസാജിദുഹാ, ഖൈറു മസാകിനിൻ നാസി മസാജിദുഹാ, ജനങ്ങൾ കഴിച്ചു കൂട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായത് അള്ളാഹുവിൻ്റെ പള്ളിയാണ്. ആ പള്ളിയുമായുള്ള മനസ്സിൻ്റെ ബന്ധം അത് ഒരു ചെറിയ സംഗതിയല്ല. നാളെ അർശിൻ്റെ തണൽ കിട്ടാൻ കാരണമാകുന്ന ഒരു വലിയ മഹത്തായ അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് പള്ളിയിൽ ഉള്ള സമയത്ത് അത് AC ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, AC ഉള്ളിടത്ത് കുറച്ച് കൂടുതൽ ആവേശം, AC ഇല്ലാത്തടത്ത് AC യും ഇതുമല്ല, AC സൗകര്യത്തിന് ഉണ്ടായിക്കോട്ടെ. അതേസമയത്ത് അള്ളാഹുവിൻ്റെ പള്ളി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അള്ളാഹുവിൻ്റെ പള്ളി എപ്പോഴും ആദരവോടെ കാണുകയും അച്ചടക്കത്തോടെ, അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളിയിലൊക്കെ നല്ല അച്ചടക്കമാണ്. ഇവിടെ വരുന്ന മുഅ്മിനീങ്ങൾ അവരെല്ലാവരെയും അഭിനന്ദിക്കുകയും അത് പ്രശംസിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു തആല ഈ ഒരു അച്ചടക്കം എല്ലാ കാലത്തും നിലനിർത്തി തരുമാറാവട്ടെ. അത് വലിയൊരു വിഷയമാണ്. പള്ളിയിൽ അവശബ്ദങ്ങൾ, പള്ളിയിൽ പല നിലക്കുള്ള പ്രവർത്തനങ്ങളും അതൊന്നും ഇല്ലാതെ നല്ല ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് പള്ളിയിൽ നല്ല അതപോടെ ഗുരുത്വത്തോടെ നിൽക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ആ ഒരു വിഷയത്തിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് വലിയ ഒരു നന്മയുണ്ട്. അല്ലാഹു തആല അത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ഇന്നലെ നമ്മൾ ഒരാൾ മറ്റൊരാളെ പ്രശംസിക്കുന്നതിനെ സംബന്ധിച്ച്, അവൻ്റെ അഭാവത്തിൽ പ്രശംസിക്കുന്നതിനെ സംബന്ധിച്ചും അവൻ്റെ സാന്നിധ്യത്തിൽ പ്രശംസിക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ വരും വരായികയൊക്കെ അത്യാവശ്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്നെ അവിടുത്തെ കിതാബുൽ അദ്കാരിൽ തൊട്ടടുത്ത് ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. അതെന്താണ്? ബാബു മദ്ഹിൽ ഇൻസാനി നഫ്സഹു വദിക്രി മഹാസിനിഹി. ഒരാൾ സ്വന്തത്തിൻ്റെ മദ്ഹ് പറയുക,
അവനവൻ്റെ ഗുണങ്ങളും നന്മകളും ക്വാളിഫിക്കേഷനും ഇങ്ങനെ എന്താക്കുക പറയുക. അതിൻ്റെ നിധിസ്ഥിതി എന്താണ്? അത് പറയാൻ പറ്റുമോ? പറ്റില്ലേ? എന്താണ് അതിൻ്റെ അവസ്ഥ? ഇതാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ അധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ആദ്യം തന്നെ ഇമാം നവവി തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ആണ് കൊണ്ടുവരുന്നത്. ഫലാ തുസക്കൂ അൻഫുസകും, സൂറത്തുൻ നജ്മിലെ ഒരു ആയത്താണ്. നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് നല്ല പോലെ അറിയാം. വഹുവ അഅലമു ബിക്കും ഇത് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നത്തും ഫീ ബുത്തൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസകും. നിങ്ങളുടെ ഉൽപ്പത്തി മുതൽ അതെല്ലാം നിയന്ത്രിച്ച അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ കഴിഞ്ഞുകൂടിയ സന്ദർഭത്തിലും അതിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളും പരിണാമങ്ങളും ചലനങ്ങളും നിയന്ത്രിക്കുകയും അറിയുകയും ചെയ്ത അല്ലാഹു, അവന് നിങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പുകഴ്ത്തരുത് എന്ന് ഖുർആൻ പറയുന്നു. എവിടെയാണ് സ്വന്തത്തെ പുകഴ്ത്താൻ പറ്റാത്തത്, എവിടെയാണ് പുകഴ്ത്താൻ പറ്റുന്നത്? അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇതിൽ പറയുന്നത്. ഒരഹങ്കാരത്തിൻ്റെ മനസ്ഥിതിയോടുകൂടി ഒരാളുടെ മദ്ഹ് ഒരിക്കലും സ്വന്തം ആരും തന്നെ പറയാൻ പാടില്ല. അതിൽ യാതൊരു സംശയമില്ല. ഖൽബാണ് വിഷയം, മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചില ആളുകൾ ഇങ്ങനെ വലിയ വടായികളൊക്കെ പറയും, പക്ഷെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. സ്വാഫായ ഹൃദയമായിരിക്കും. അയാൾ വളരെ താഴ്ന്ന ആളാണെന്നും കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന ആളും തെറ്റ് ചെയ്യുന്ന ആളും പിന്നെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് ആവശ്യമാകുന്ന ആളും തീരെ ദുർബലനും ഒന്നും അറിയാത്ത ആളും ഞാനാണെന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ശരിക്കും ഉറച്ച് രൂഢമൂലമായി നിൽക്കുന്നതോടുകൂടെ ചില രസങ്ങളൊക്കെ ചില ആളുകൾ പറയും. അത് വിഷയമല്ല, മനസ്സാണ് വിഷയം. മഹാനവറുകൾ പറയാണ്, ഇഅലം അന്ന ദിക്റ മഹാസിനി നഫ്സിഹി ലർബാനി, ഒരാൾ സ്വന്തത്തെ പുകഴ്ത്തൽ തൻ്റെ ഗുണഗണങ്ങൾ പറയൽ രണ്ട് വിധമുണ്ട്. മദ്മൂമുൻ വ മഹ്ബൂബുൻ, ഒന്ന് പറ്റാത്തതാണ്, ആക്ഷേപാർഹമാണ്. മറ്റൊന്ന് പറയാൻ പറ്റുന്നതും നല്ലതും ആണ്. ഏതാണ് പറ്റാത്തത്? ഫൽ മദ്മൂമു, ആക്ഷേപിക്കപ്പെട്ട സ്വന്തം പറച്ചിൽ, അൻ യദ്കുറഹു ലിൽ ഇഫ്തിഖാരി വ ഇൽഹാരിൽ ഇർതിഫാഇ വത്തമയ്യുസി അലൽ അഖ്റാനി വസ്ബിഹി ദാലിക്, ഫഹറിന് വേണ്ടി പറയലാണ്. ഓൻ്റെ സ്വന്തം പത്രാസ് വെളിപ്പെടുത്താൻ വേണ്ടി പറയുക, മറ്റുള്ളവരെക്കാൾ അവൻ ടോപ്പാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പറയാ. വത്തമയ്യുസി അലൽ അഖ്റാൻ, സമകാലികരായ ആളുകളെക്കാൾ എനിക്ക് മെജോറിറ്റി ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള വിഷയത്തിന് വേണ്ടി സ്വന്തത്തിൻ്റെ നന്മകളും ഗുണങ്ങളും പറയുക, ഇത് പാടില്ലാത്തതാണ്. വൽ മഹബൂബു അൻ യകൂന ഫീഹി മസ്ലഹത്തുൻ ദീനിയ്യ, എന്നാൽ പറയാൻ പറ്റുന്നതും നല്ലതും എവിടെയാണ്? അത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ദീനിയായ മതപരമായ ഒരു ഗുണം, ഒരു മസ്ലഹത്ത് ആ പറയുന്നതിൽ ഉണ്ടാവുക. അതെങ്ങനെയാണ്? ദാലിക ബി അൻ യകൂന ആമിറൻ ബിൽ മഅറൂഫ് ഔ നാഹിയൻ അൻ മുങ്കർ, അദ്ദേഹം നല്ലതുകൊണ്ട് കൽപ്പിക്കുകയോ ചീത്തയെ തൊട്ട് വിരോധിക്കുന്ന ആളാണ്. ഔ നാസിഹൻ, അല്ലെങ്കിൽ ഒരാളോട് ഒരു വിഷയത്തിൽ നിന്ന് ഗുണകാംക്ഷയോടെ അവനോട് സംസാരിക്കുന്ന ആളാണ്. ഔ മുസീറൻ ബി മസ്ലഹത്തിൻ, അല്ലെങ്കിൽ ഏതോ ഒരു വിഷയത്തിൽ ഒരു മസ്ലഹത്ത് ഇന്നതാണെന്ന് അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഔ മുഅല്ലിമൻ, അല്ല അയാൾ പഠിപ്പിക്കുന്ന ഉസ്താദാണ്, ഗുരുനാഥനാണ്. ഔ മുഅദ്ദിമൻ ഔ വാഇലൻ, അല്ലെങ്കിൽ അത് പറയുന്ന ആളാണ്. അങ്ങനെ ഔ മുസ്ലിഹൻ ബൈന ഇസ്നൈനി, അല്ലെ രണ്ടാളുകൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുന്ന ആളാണ്. ഔ യദ്ഫഉ അൻ നഫ്സിഹി ശർറൻ, അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ തൊട്ട് തന്നെ എന്തെങ്കിലും ഒരു നാശത്തെ തടുക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവനവൻ്റെ ഗുണത്തെ സംബന്ധിച്ച് അവിടെ ഒന്നും മനസ്സിൽ നേരത്തെ പറഞ്ഞ ഇഫ്തിഖാറും അതുപോലെ മറ്റുള്ള ആളെക്കാൾ ഞാൻ മേലെയാണ് എന്ന് തോന്നലോ, അല്ലെങ്കിൽ അത് ആളുകളെ അറിയിക്കലോ,
അത്തരത്തിലുള്ളതൊന്നും ഉദ്ദേശിക്കാതെ ഈ പറഞ്ഞ മസ്ലഹത്തിന് വേണ്ടി പറയാം. ഫയദ്കുറു മഹാസിനഹു നാവിയൻ ബിദാലിക അൻ യകൂന ഹാദാ അഖറബ ഇലാ ഖബൂലി ഖൗലിഹി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ പറയാം. എങ്ങനെ? നാവിയൻ ബിദാലിക, ആ പറയുന്നത് കൊണ്ട് അയാൾ കരുതുന്ന നിലക്ക്. എന്താണ് കരുതുന്നത്? അൻ യകൂന ഹാദാ അഖറബ ഇലാ ഖബൂലി ഖൗലിഹി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും അദ്ദേഹത്തിനുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും യോഗ്യതയും പറയുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്ക് സ്വീകരിക്കുന്നതിലേക്ക് അത് കൂടുതൽ സഹായകമാകും എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അഴത്തിമാദ്യമായത് കുറുഹു, അയാൾ പറയുന്ന സംഗതി അതല്ല. ഇപ്പം ഡോക്ടർമാരുടെയൊക്കെ പിന്നെ അവരുടെ ടൈറ്റിൽ എഴുതി വെക്കും, ഇന്ന ഡോക്ടർ MBBS DNB അങ്ങനെ പണ്ട് എഴുതി വെക്കുന്നില്ലേ. അയാൾ ഒന്നും അറിഞ്ഞുവിടാത്ത ആണെന്നാണ് ഉദ്ധരിക്കേണ്ടതല്ല. അയാൾ ഏത് സെക്ഷനാണോ, ഓർത്തോ ആണെങ്കിൽ അങ്ങനെ, അല്ല ജനറൽ മെഡിസിനാണ് അങ്ങനെ, ഐ സ്പെഷ്യലിസ്റ്റാണ് അങ്ങനെ, ഏത് വിഷയത്തിലാണോ അദ്ദേഹം ചികിത്സ നടത്തുന്നത് ആ ചികിത്സ ചെയ്യാൻ അയാൾ പറ്റുന്നയാളാണ് പറ്റുന്നയാളാണ് എന്ന് വരുന്ന രോഗികൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് കൃത്യമായി ഇന്ന ഡോക്ടർ ഇന്നയാൾ അദ്ദേഹത്തിൻ്റെ ബിരുദം ഇന്ന സ്ഥലത്തു നിന്നാണ്, മദ്രാസിൽ നിന്ന് ബിരുദം എടുത്താണ്, അല്ലെങ്കിൽ പിന്നെ ലണ്ടനിൽ നിന്ന് എടുത്താണ് എന്നൊക്കെ എഴുതി വെക്കുന്നതാണ്. അത് ഒരു അഹങ്കാരമൊന്നുമല്ല. എന്നാലേ അവിടെ വരുന്ന ചികിത്സക്ക് വരുന്ന രോഗിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ ചികിത്സക്ക് വന്ന ഡോക്ടർ തരക്കേടില്ല, അദ്ദേഹം ചികിത്സക്ക് മികവുള്ള ആളാണ്, അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല. അതേസമയത്ത് ഇല്ലാത്ത യോഗ്യത വെച്ചുകൊണ്ട് കെട്ടിച്ചമച്ചുകൊണ്ട് ആരും ഒരു ചികിത്സയും നടത്താൻ പാടില്ല. അതൊക്കെ വ്യക്തമായി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലടക്കം പറഞ്ഞിട്ടുള്ളതാണ്. യോഗ്യതയില്ലാത്ത ആള് ചികിത്സ ചെയ്തിട്ട് ആ ചികിത്സ ഫലിച്ചാലും അത് കുറ്റകരമാണ്. അതേസമയത്ത് യോഗ്യതയുള്ള ഒരു ഡോക്ടർ, ഒരു വൈദ്യർ, അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, മെഡിസിൻ എഴുതി കൊടുത്തു, അങ്ങനെ അയാളുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് വെക്കുക, അള്ളാഹു തആല കാക്കട്ടെ. അബദ്ധം കൂടുന്നുണ്ടോന്നല്ല ഇപ്പം പേടി. വയറ് കീറിയിട്ട് എന്ത് ചെയ്യുക, തുണിക്കഷ്ണയിൽ വെച്ച് കെട്ടുക, കത്രിക അതിനുള്ളിലായി പോവുക, അള്ളാഹു തആല കാക്കട്ടെ. ഇതൊന്നും അതിൻ്റെ കാരണം എനിക്കറിയില്ല. എല്ലാവർക്കും അള്ളാഹു തആല നല്ല ബോധവും, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും സംഭവിക്കാൻ പാടില്ല. ഒരാളുടെ വയറ് കീറുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കത്രിക വെച്ച് മറന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്ത സംഗതിയാണ്. അള്ളാഹു തആല കാക്കട്ടെ. അങ്ങനെ അബദ്ധം അഥവാ സംഭവിച്ചാൽ തന്നെ യോഗ്യതയുള്ള ഡോക്ടറാണ് ചികിത്സിച്ചതെങ്കിൽ ആ ചികിത്സയുടെ അതിനാവശ്യമായ ഫീസൊക്കെ അദ്ദേഹത്തിന് വാങ്ങാൻ കുഴപ്പമില്ല. അന്ന ത്വബീബൽ മാഹിറ, ഫത്ഹുൽ മുഈനിലും മറ്റൊക്കെ ഇബാറത്താണ്. അന്ന ത്വബീബൽ മാഹിറ, ഒരു നിപുണനായ ഡോക്ടർ, ഫേമസായ ഒരു ഡോക്ടർ, അദ്ദേഹം ചികിത്സ ചെയ്താൽ ആ ചികിത്സക്ക് ഫീസ് വാങ്ങാം. രോഗം മാറ്റുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം അല്ല, ലോകത്ത് ഒരു ഡോക്ടറുടെയും വൈദ്യരുടെയും ഉദ്യോഗമല്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനമാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, അള്ളയാണ് സുഖപ്പെടുത്തുന്നവൻ, രോഗം ശമിപ്പിക്കുന്നവൻ. പക്ഷേ ഡോക്ടറുടെ ഉത്തരവാദിത്വം എന്താണ്? ആ രോഗം മാറാനാവശ്യമായ നിഗമനം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മെഡിസിൻ കുറിച്ച് കൊടുക്കുന്നു, ചികിത്സ നടത്തുന്നു, ടെസ്റ്റ് ചെയ്യേണ്ട സംഗതികൾ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കുന്നു, അതനുസരിച്ച് കൊണ്ട് മെഡിസിൻ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഒരു ഡോക്ടറുടെ ഉദ്യോഗം. അത് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഫീസ് വാങ്ങാം. എന്താണ് മാഹിറായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം നമ്മളെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് നോക്കി വെച്ച് വന്നതല്ല, ഇപ്പോൾ സംസാരം ഇവിടെ എത്തിയതാണ്. അന്ന ത്വബീബൽ മാഹിറ ബിഅൻ യഖില്ല ഖതഉഹു, അതാണ് അതിൻ്റെ യോഗ്യത. ഖതഅ് വളരെ കുറവാണ്,
അബദ്ധം കുറവാണ്, സുബദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഒട്ടുമുക്കാലും ഉണ്ടാകാറുള്ളത്. പിന്നെ മനുഷ്യനാണ്, എപ്പോഴെങ്കിലും എന്തെങ്കിലും അബദ്ധം സംഭവിച്ചുകൂടാ എന്നില്ല. അപ്പം മാഹിറായ നല്ല യോഗ്യതയുള്ള നിപുണനായ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് അബദ്ധം സംഭവിക്കൽ വളരെ കുറവാണ്. ആളുകൾക്കൊക്കെ എന്തുണ്ട്, രോഗശമനം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് മാഹിറായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അത്തരത്തിലുള്ള യോഗ്യതയില്ലാതെ, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാളും എവിടെയും ചികിത്സക്ക് ഇരിക്കാൻ പാടില്ല. അതൊരിക്കലും തന്നെ ശറഅ് അനുവദിക്കുന്നതേ അല്ല. അങ്ങനെയുള്ള ആളിൽ നിന്ന് സുബദ്ധം വന്നാൽ പോലും യഥാർത്ഥത്തിൽ അത് അബദ്ധമാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഒരാളുടെ ക്വാളിഫിക്കേഷൻ, അയാളുടെ ബിരുദം അത് എഴുതി വെക്കുന്നത് ഒരിക്കലും എന്തല്ല, അത് അഹങ്കാരമോ അല്ലെങ്കിൽ ഫഖറോ അല്ല, അതാവശ്യമാണ്. അപ്പോൾ അതാ പറഞ്ഞേ, അയാൾ പറയുന്ന വാക്ക്, അയാൾ എഴുതി കൊടുക്കുന്ന മെഡിസിൻ അത് വാങ്ങിക്കുടിക്കാൻ, മരുന്നാണല്ലേ വാങ്ങിക്കുടിക്കുന്നത്, എന്താണ് അതിൻ്റെ അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ മരുന്ന് വാങ്ങുക കുടിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു അബദ്ധവും എവിടെയും വരാതെ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ചിലപ്പോൾ മരുന്ന് മാറിപ്പോയിട്ടൊക്കെ, ഗുളിക മാറിപ്പോയിട്ടൊക്കെ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പം ഈ ഡോക്ടറുടെ കുറിപ്പ് അതനുസരിച്ച് കൊണ്ട് മരുന്ന് എടുക്കുന്നതിന്, ചികിത്സ നടത്തുന്നതിന് ഒരു ഖബൂലിയത്ത് കിട്ടാൻ അതാവശ്യമാണ്. അതുപോലെ രണ്ടാളുകളുടെ ഇടയിൽ പിന്നെ ഒരു സന്ധി ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഞാൻ ഏറിയ മസലഹത്ത് പറഞ്ഞാണ്, അൽഹംദുലില്ലാ അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഞാനൊന്നിനും കൊള്ളൂല്ലെങ്കിലും അല്ലാ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അതൊക്കെ പറയാം. എന്നല്ലാതെ എല്ലാന്നും കുഴപ്പമുണ്ടാക്കുന്ന പുരയിലും കുഴപ്പം നാട്ടിലും കുഴപ്പം അങ്ങനത്തെ ആളാണ്. ഒരു മസലഹത്ത് നടത്തുക അല്ല. മസലഹത്ത് നടത്തുമ്പോൾ ഒരു മീഡിയറായിട്ട് വരുമ്പോൾ ഏകദേശം രണ്ടു കൂട്ടർക്കും എന്താകണം, ഒരു തൃപ്തിയുള്ള, അയാൾ പിന്നെ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തീർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണ്, നല്ല മനസ്ഥിതിക്കാരനാണ് എന്ന് തോന്നണ്ടേ. അപ്പോൾ അത് മുപ്പരും കൂടി പറഞ്ഞ് അൽഹംദുലില്ലാ ഒരുപാട് മസലഹത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പിന്നെ വിജയിച്ചിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞ് കേൾക്കലുണ്ട് എന്നൊക്കെ പറയുന്നതൊന്നും എന്തല്ല, അഹങ്കാരമല്ല. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വന്തം പറയാവുന്നതാണ്. അതാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, വഖദ് ജാഅ ഫീ ഹാദൽ മഅന മാ ലാ യുഹ്സാ മിനൻ നുസൂസി. ഇപ്പറഞ്ഞ മാതിരി സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞ ധാരാളം ഹദീസുകളും മറ്റും ഉണ്ട്. അങ്ങനെ കുറച്ച് മഹാനവറുകളിലൂടെ പറയാണ്, ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈനിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ പലരും ഓടിപ്പോയപ്പോൾ, ശത്രുക്കൾ ശക്തമായി മുന്നേറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു നിൽക്കും പതറാതെ ഉറച്ചു നിന്നുകൊണ്ട് അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് ഞാൻ നബിയാണ്, യാതൊരു വ്യാജവും ഇല്ല. അന ഇബ്നു അബ്ദിൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് ജില്ലക്കാരനല്ല. അബ്ദുൽ മുത്തലിബ് എന്ന് മാത്രമല്ല, ആ പരമ്പരയിലുള്ള 20 വാപ്പമാരും പ്രഗത്ഭന്മാരാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങ് നരകത്തിലാണ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയൊന്നും തീരുമാനിക്കാനൊന്നും പോകണ്ട. അനബ്നു അബ്ദിൽ മുത്തലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു തൻ്റെ യോഗ്യത പറയുന്ന സ്ഥലത്ത് അഭിമാനത്തോടെ പറയണമെങ്കിൽ അബ്ദുൽ മുത്തലിബ് ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. അനബ്നു അബ്ദിൽ മുത്തലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അന സയ്യിദു വലദി ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ അന അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു, ആദ്യമായി ഭൂമി പിളർന്ന് ഭൂമി കീറിയിട്ട് ആദ്യമായി ബഅസിന് വേണ്ടി എഴുന്നേൽക്കുന്ന ആള് ഞാനാണ്. അതുപോലെ അന അലമുക്കും ബില്ലാഹി വഅത്ഖാക്കും, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ തഖ്വയുള്ള ആളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും മറന്നുപോയവരുണ്ടാകും, കൃത്യമായി ഓർമ്മ ഉണ്ടാവില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം അനുവദിച്ചാൽ, ശറഅ് ഒരു വിഷയം അനുവദിച്ചാൽ, പിന്നെ നമ്മളുടെ വകയിൽ അവിടെ ഒരു സൂക്ഷ്മത ഇല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
പറയപ്പെട്ടു, തങ്ങൾ അനുവദിച്ച ചില വിഷയങ്ങൾ ചില ആളുകൾ അതിനെ തൊട്ട് അത് പഥ്യമായി കാണുകയും അത് ചെയ്യുന്നതിന് വൈമനസ്യം കാണിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു ബിൽഡിങ്, അതായത് ഖളാഉൽ ഹാജത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിൽ ഖിബലയുടെ ഭാഗത്തേക്ക് ഇരിക്കുന്നതിന് വിരോധമില്ല എന്നാണ്. അത് പാടില്ല എന്ന നിലക്ക് ചില ആളുകൾ സമീപിച്ചപ്പോൾ കഴിയുമെങ്കിൽ ബിൽഡിങ്ങിലായിരുന്നാലും അങ്ങനെ ആക്കാണ്ടിരിക്കുകയാണ് വേണ്ടേ, ബിൽഡിങ്ങിൽ അങ്ങനെ ആയിപ്പോയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യൂല എന്ന് പറഞ്ഞ് വലിയൊരു സൂക്ഷ്മത കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അന അഅലമുക്കും ബില്ലാഹി വഅത്ഖാകും, ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും അറിവുള്ളവനും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളും വലിയ തഖ്വയോടെ ജീവിക്കുന്ന ആളുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ചില ഇളവുകൾ അനുവദിച്ചപ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുക, രാത്രി മുഴുവനും നിസ്കരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു. ഹലാലായ എല്ലാ ദിവസവും ഹറാമല്ലാത്ത മുഴുവൻ ദിവസങ്ങളും നോമ്പെടുക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞു. അവരോട് ചോദിച്ചല്ല, നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. സും യൗമൻ വഅഫ്തിർ യൗമൻ, ഒരു ദിവസം നോമ്പെടുത്തോ, ഒരു ദിവസം നോമ്പില്ലാതായിക്കോ. അതുപോലെ നിസ്കരിക്കുകയും ചെയ്തോ ഉറങ്ങുകയും ചെയ്തോ. നിങ്ങൾ അങ്ങനെ ആ ഇളവ് സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. മൂന്നാളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രി സമയത്തൊക്കെ ഉള്ള ഇബാദത്തുകളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നല്ലോ, സഹിഹായ ഹദീസാണ്. അങ്ങനെ വന്നിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത് അന്നഹും തഖാല്ലൂഹ, അത് ശരി ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചവർ. ഇത്രയല്ലേ ഉള്ളൂ, നമ്മളിപ്പോൾ അങ്ങനെ ആയ പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബാണ്, ദുനിയാവും ആഖിറൊക്കെ അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ദോഷങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിൽ. അവിടുന്ന് സയ്യിദ് വൽദി ആദമാണ്. അങ്ങനെ വലിയ സ്ഥാനവും ബഹുമാനമുള്ള ആളാണ്. അതേടെ കിടക്കുന്ന നമ്മളവിടെ കിടക്കുന്നു. അതുകൊണ്ട് അതൊന്നും പോരാ എന്ന നിലക്ക് അവർ തീരുമാനം പറഞ്ഞല്ലോ മൂന്നാളുകൾ. ഒരാൾ പറഞ്ഞ് ഇനി ഞാൻ എല്ലാ രാത്രിയും പൂർണ്ണമായി നിസ്കരിക്കൂ, തീരെ ഉറങ്ങുമല്ല, ഒട്ടും ഉറങ്ങൂല. മറ്റേ ആൾ പറഞ്ഞ് ഞാനെന്താവൂ എല്ലാ പകലിലും എന്ന് പറഞ്ഞാൽ ഹറാമായ ദിവസം വെച്ച് ബാക്കി എല്ലാ പകലിലും എന്ത് ചെയ്യും, നോമ്പെടുക്കും, ഒരൊറ്റ ദിവസം നോമ്പ് ഒഴിവാക്കൂല. മറ്റേ ആൾ പറഞ്ഞ് അമ്മ അന വല തസവ്വജുൻ നിസാ, ഞാൻ എന്താക്കൂല, കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യമാരെ നോക്കണം, പിന്നെ എന്താണെന്ന് വെച്ചാൽ പല സംഗതികളുണ്ടാവും, കുട്ടികളുണ്ടാകും, കുട്ടികളെ നോക്കണം, അങ്ങനെ കുറേ ചുറ്റുപാടുകളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നിസ്കരിക്കാനും ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കുന്ന പരിപാടിയില്ല, ഞാൻ എന്താക്കുകയാണ്, ഇബാദത്തുമായിട്ട് എൻ്റെ കൂടെയാണ്. ഇങ്ങനെ 3 പേര് തീരുമാനമെടുത്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പുറപ്പെട്ട് വന്നുകൊണ്ട് അവരോട് ചോദിച്ചില്ലേ, നിങ്ങളായിരുന്നോ ഇപ്പം അടുത്ത് ഈ തീരുമാനം പറഞ്ഞ ആളുകൾ? നിങ്ങൾ ഓരോരുത്തരും ഓരോ തീരുമാനം പറഞ്ഞില്ലേ, 3 പേർ ഓരോരുത്തരും തീരെ ഉറങ്ങൂല, മുഴുവനും നിസ്കരിക്കുമെന്ന് പറഞ്ഞ ആള്. അതേ ഒരൊറ്റ പകലും നോമ്പൊഴിവാക്കൂല എന്ന് പറഞ്ഞ ആള്. ഞാൻ വിവാഹം ചെയ്യുന്നില്ല, ഇബാദത്തുമായി കൂടുകയാണെന്ന് പറഞ്ഞ ആള്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേ? അതേ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അമ്മാന ഉസല്ലി വഅർഖുദു, ഞാൻ രാത്രി സമയത്ത് ധാരാളം നിസ്കരിക്കും, അതേ സമയത്ത് ഞാൻ ഉറങ്ങുകയും ചെയ്യും. അതുപോലെ അന അസൂമു വഉഫ്തിറു, ഞാൻ നോമ്പെടുക്കുകയും ചെയ്യും, ചില ദിവസങ്ങളിൽ നോമ്പില്ലാതെയും ഉണ്ടാകും. വഇന്നി അതസവ്വജുൻ നിസാ, ഞാൻ വിവാഹിതനാവുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫമൻ റളിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്ത് ആരെങ്കിലും മാറി ചിന്തിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് എൻ്റെ ചര്യയാണിതെന്ന്, ഇതാണ് സ്വീകരിക്കേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളും ഏറ്റവും തഖ്വയുള്ള ആളും ആണ്. അപ്പൊ അവിടുന്ന് നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ എടുക്കാന്നല്ലാതെ അതിലപ്പുറം ഒരിക്കലും ഒരു സൂക്ഷ്മത ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ആർത്തവകാരികൾക്ക് അതുപോലെ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അവർക്ക് നോമ്പെടുക്കാൻ പറ്റൂലല്ലോ, അവർ പിന്നീട് ഖളാ വീട്ടണം. പക്ഷേ അങ്ങനെ കാരണവശാൽ നോമ്പെടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഒന്നും കഴിക്കാതിരിക്കുക, എന്തെങ്കിലും കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് എന്തായിരുന്നാലും ഈ പുരയിലുള്ള മറ്റുള്ള ആളുകളൊന്നും കുടിക്കുന്നില്ലാലോ തിന്നുന്നില്ലാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സൂക്ഷ്മത ഇല്ല കേട്ടോ. സ്ത്രീകളോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. അത് പിന്നെ എന്ത് ചെയ്യേണ്ട, പരസ്യപ്പെടുത്തണ്ട. റമദാനാണല്ലോ, അതുകൊണ്ട് ആരും കാണാത്ത വിധത്തിൽ വീട്ടിലുള്ള ആളുകളായിരുന്നാലും ശരി ഒന്നും അറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുക. എന്നല്ലാതെ പേരിന് നോമ്പില്ലാനു എന്നിട്ട് എന്ത് ചെയ്യുക, നോമ്പായിട്ട് അഭിനയിച്ച് നടക്കുക, അങ്ങനൊരു സംഗതിയില്ല. അത് സൂക്ഷ്മതയിൽപ്പെട്ടതല്ല. കവിഞ്ഞു പോകാൻ പാടില്ല ഒന്നും. ചെറക് അനുവദിച്ച കാര്യങ്ങൾ അത് ഞാൻ ചെയ്യൂല എന്നുള്ള നിലക്ക് ഒരിക്കലും നമ്മൾ സമീപിക്കാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരന്മാരെ ധാരാളമുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, ചിലപ്പോൾ അവനവൻ്റെ യോഗ്യത ചില സന്ദർഭത്തിൽ പറയേണ്ടി വരും. വഖാല യൂസുഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം. എന്നെ ഭൂമിയിലെ ഖജനാവുകളുടെ അധിപനാക്കണം, അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളാക്കണം എന്ന് രാജാവിനോട് പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് രാജാവുമായി സംസാരിച്ച ഉടനെ ഇന്നക്കൽ യൗമ ലദൈനാ മകീനുൻ അമീൻ, നീ ഇന്ന് ഞങ്ങളെടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി, എന്നെ ഭൂമിയുടെ ഖജനാവിൻ്റെ തലപ്പത്തിരുത്തണം, അതിൻ്റെ അധികാരമുള്ള ആളാക്കണം. ഇന്നി ഹഫീദുൻ അലീം, ഞാൻ വേണ്ടതുപോലെ ശരിക്ക് കീപ്പ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതുപോലെ വിഷയങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ അറിവുള്ള ആളാണ് ഞാൻ. ഹഫീദും ആണ്, അലീമും ആണ്. ഈ ഹഫീദും അലീമും ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഹഫീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ സംബന്ധിച്ച് അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മൂമിനും അറിയാം അത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ഹഫീദ് എന്ന് പറയുന്നതും അലീം എന്ന് പറയുന്നതും വേറെ അർത്ഥമാണ്. അതേ സ്വന്തം തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ഹഫീദുൻ അലീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്ന് വേറെയാണ്. ഇരിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തത്തെ സംബന്ധിച്ച് പറയാണ്. അതെങ്ങനെ പറയാൻ കാരണം, അവിടെ വലിയൊരു വിഷയം വരുന്നുണ്ടല്ലോ, ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നുണ്ട്. സാമ്പത്തിക രംഗം, നല്ല കഴിവുള്ള സാമ്പത്തിക രംഗത്തെക്കുറിച്ച്, സമ്പൽ ശാസ്ത്രത്തെക്കുറിച്ച്, ധനശാസ്ത്രത്തെക്കുറിച്ച് നല്ല വിവരമുള്ള ആള് വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു സന്ദർഭം വരികയാണ്. അതുകൊണ്ട് ആ ഒരു തസ്തിക വേറെ ആരെങ്കിലും കൊടുക്കും. വിവരമില്ലാത്ത ആളുകൾ, കൈകാര്യം ചെയ്യാൻ യോഗ്യതയില്ലാത്ത ആളുകൾ കയറി അത് കുളമാക്കിയാൽ ഇവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അത് ചോദിച്ചു വാങ്ങി. അങ്ങനെ ചോദിച്ചു വാങ്ങണം. ചിലപ്പോൾ ചില സാധാരണ പറയാറുണ്ട്, അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. ശരിയാണ്, ചോദിച്ചു വാങ്ങാൻ വേണ്ടി പാടില്ല. എന്നെ ആക്കണ്ടീനു, എന്നെ പ്രസിഡന്റ് ആക്കണ്ടീനു, എന്നെ സെക്രട്ടറി ആക്കണ്ടീനു എന്ന് ചിന്തിക്കാൻ പാടില്ല. അതേ സമയത്ത് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് തലയിൽ വന്ന് വീണാൽ, അത് ഏറ്റെടുത്താൽ അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടാവില്ല, അവൻ അതിൽ ബുദ്ധിമുട്ടിപ്പോകും. അതേ സമയത്ത് ഒരാഗ്രഹവും ഇല്ല, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിയിട്ട് എന്നെ അതിലാക്കരുതേ, എന്നെ ആരും പറയരുതേ, എൻ്റെ പേര് പറയരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി അയാൾ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. പക്ഷേ കൂട്ടത്തിൽ അയാളല്ലാതെ വേറെ ആളെ ആക്കുക, ആളുകൾക്കെല്ലാം അറിയാം അദ്ദേഹമാണ് അതിന് അർഹൻ. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് അത് വന്ന് വീണാൽ, ഇതൊക്കെ ഹദീസാണ്, ഹദീസ് ഞാൻ വായിച്ചില്ല എന്നേ ഉള്ളൂ, വന്ന് വീണാൽ അതെ നീ ചോദിക്കാതെ നിനക്ക് അധികാരം കിട്ടിയാൽ
നിനക്ക് അള്ളാഹുവിൻ്റെ പക്കലുള്ള ഉദക്കം ലഭിക്കും, നീ സഹായിക്കപ്പെടും, നിനക്ക് വിഷയങ്ങളെല്ലാം നല്ല രീതിയിൽ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് പാഠമാണ്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇന്നീ ഹഫീദുൻ അലീം, എനിക്ക് നല്ലപോലെ വിഷയങ്ങൾ കീപ്പ് ചെയ്യാൻ കഴിയും, നന്നായിട്ട് സംരക്ഷിക്കാൻ കഴിയും, അതുപോലെ അറിവും യോഗ്യതയും എനിക്കുണ്ട്, അതുകൊണ്ട് എന്നെ ആ സ്ഥാനത്താക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതിലൂടെ നാം പഠിക്കേണ്ടത്, അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അത് കള്ളത്താകും, അതാകെ വിഷമമാകും, ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഏറ്റെടുക്കണം. പറഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞിട്ട് ഏറ്റെടുക്കണം. ഇതാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അതൊരിക്കലും അവനവൻ്റെ ബഹുമാനം പറച്ചലല്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞല്ലോ, ഹീന ഹുസിറ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതലങ്ങളിലാക്കപ്പെട്ടു. വലിയ വ്യസനമുള്ള സംഗതിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ടത്. അതിപ്പോൾ ഞാൻ വിശദീകരിക്കുകയല്ല. വല്ലാത്ത സങ്കടമുള്ളൊരു സംഗതിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുമെന്ന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഉഹദൊന്ന് കുലുങ്ങി. ഉസ്ബുത്ത് ഉഹദ്, ഉഹദേ അടങ്ങണം, ഉഹദേ ഇളകല്ല. ഇന്ന അലൈക ഇന്നമാ അലൈക നബിയ്യുൻ വശഹീദുൻ നഹിയ്യും വസിദ്ദീഖുൻ വശഹീദാനി, നിന്റെ മേലിപ്പോൾ നിൽക്കുന്നത് ഒന്ന് നബിയാണ്, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് 2 ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ച സംഗതിയാണ്, അള്ളാഹു നിശ്ചയിച്ച സംഗതിയാണ്. പക്ഷേ ഏതായിരുന്നാലും വല്ലാത്ത ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടത്. അതാ ശത്രുക്കൾ വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരിലേക്ക് എത്തി നോക്കിയിട്ട് അതാ വെള്ളം പോലും എടുക്കാൻ കഴിയുന്നില്ല. മസ്ജിദുൻ നബിയുടെ അടുത്തുള്ള ബിഅ്റു റൂമയിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പോലും കഴിയുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടുതടങ്കലിലാണ്. അവിടുന്ന് അവരിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് ചോദിച്ചു, അലസ്തും തഅലമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ജഹദ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന. നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നല്ലോ, തബൂക്ക് യുദ്ധം ജയ്ശുൽ ഉസ്റ എന്ന് പറയുന്ന തബൂക്ക് യുദ്ധത്തിലേക്ക് സൈന്യത്തിനാക്കാൻ നോക്കുമ്പോൾ ആരെങ്കിലും അതിനു വേണ്ടി സഹായം ചെയ്ത് അതിൽ സൈന്യത്തെ ഒരുക്കി അയച്ചാൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. ഫജഹസ്തുഹും, ആവശ്യമായ ഒട്ടകങ്ങളെയും മറ്റും നൽകിയിട്ട് ഞാൻ അതിനെ ഒരുക്കി അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബോധ്യമില്ലയോ? അതുപോലെ അലസ്തും തഅലമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹഫറ ബിഅ്റ റൂമ ഫലഹുൽ ജന്ന. അതേ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വന്നപ്പോൾ അവർക്ക് മസ്ജിദുൻ നബിയുടെ ചുറ്റുഭാഗത്ത് ഒരു നല്ല ശുദ്ധജലം കുടിക്കാനുള്ള വെള്ളത്തിന് അവിടെ സ്വന്തത്തിൽ കിണറില്ല. ബിഅ്റ റൂമ എന്ന് പറയുന്നൊരു നല്ല കിണറുണ്ട്. ആ കിണറിൽ ശുദ്ധമായ വെള്ളമുണ്ട്. പക്ഷേ അതൊരു യഹൂദിയുടെ കയ്യിലാണ്, ജൂതൻ്റെ കയ്യിലാണ്. അയാൾ അതിൽ നിന്ന് വെള്ളം കൊടുക്കുന്നില്ല. വെള്ളം എടുക്കണമെങ്കിൽ വലിയ സംഖ്യ പറയുന്നു. അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിഅ്റ റൂമ അതിൻ്റെ ഉടമസ്ഥനായ ജൂതനിൽ നിന്ന് വാങ്ങിയിട്ട് അതൊന്ന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് ഒന്ന് റിപ്പയർ ചെയ്ത് ആ ബിഅ്റ റൂമ ആരാണ് സജ്ജമാക്കുക, ഫലഹുൽ ജന്ന, അത് ചെയ്യുന്ന ആൾക്ക് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫഹഫർതുഹാ, ഞാനത് കുഴിച്ചു, അതേ ആ കിണർ റെഡിയാക്കി. ഇത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താൻ ചെയ്ത അമല് ഒരിക്കലും ഞാൻ ഒരുപാട് അമൽ ചെയ്ത ആളെന്ന് മറ്റുള്ളവർ അറിയിക്കാൻ വേണ്ടിയല്ല, ഒരു സന്ദർഭം വന്നപ്പോൾ പറഞ്ഞതാണ്. ഇത് പലർക്കും പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്.
പഴയ കാലത്ത് ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു മദ്രസ ഉണ്ടാക്കി, ആ മദ്രസക്ക് വേണ്ട ഊണും ഉറക്കും വെച്ച് കഷ്ടപ്പെട്ട് അതിനു വേണ്ടി എല്ലാം ചെയ്തു. പിന്നെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ശർഈയായ കാരണങ്ങളൊന്നുമില്ലാതെ അതിൽ നിന്ന് തീരെ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ അകറ്റി നിർത്തപ്പെടുക, അങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നന്നാക്കി തരട്ടെ. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും യോജിപ്പും അല്ലാഹു തആല ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, അത്തരം ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ അത്രയൊക്കെ അധ്വാനിച്ചതായിരുന്നു, ഞാൻ ഒരുപാട് അതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതൊന്നും ഒരു ഫഖർ പറച്ചലല്ല. ഇതൊക്കെ ഈ പ്രമാണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് കൂഫക്കാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു, കള്ളം പറഞ്ഞതാണ്. ലാ യുഹ്സിനു യുസല്ലി, അതായത് നിങ്ങൾ ഏതൊരു ഉദ്യോഗത്തിന് വേണ്ടിയാണോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചത്, ആ കാര്യങ്ങളൊന്നും ഓർ വേണ്ടതുപോലെ ചെയ്യുന്നില്ല. എത്രത്തോളം നിസ്കാരം നിർവഹിക്കുന്നതിൽ വരെ വീഴ്ച വരുത്തുന്നുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കൂഫക്കാർ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അന്വേഷണത്തിന് വേണ്ടി അവിടെ പള്ളികളിലെല്ലാം ആളുകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷണ സംഘത്തെ വിട്ടു. പലരും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് നല്ലത് പറഞ്ഞു. ഒരു പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ മാത്രം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞു. എത്ര വലിയ മഹാനാണെങ്കിലും വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചാൽ ചിലപ്പോഴങ്ങ് ദുആ ചെയ്തു പോകും. മദ്ലൂമിൻ്റെ ദുആ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേ, അള്ളാഹുവിൻ്റെ മഹാന്മാർ വളരെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും സഹിച്ച് എത്ര വലിയ പ്രയാസത്തിൻ്റെ കൊടുമുടിയിലെത്തിയാലും ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാലും അവർ ചിലപ്പോൾ സംയമനം പാലിച്ചേക്കും. പക്ഷേ ചിലർ അങ്ങനെ ചെയ്തു കൊള്ളണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ ആ ദുൽമ് ചെയ്ത അക്രമം ചെയ്ത ആൾക്ക് എതിരായി ദുആ ചെയ്തേക്കും. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ എതിരായി അദ്ദേഹത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇൻകാന ഹാദാ മുറായിയൻ, അത് ഇൻകാന ഹാദാ കാദിബൻ ഖാമ മുറായിയൻ ഫഅതിൽ ഉംറഹു വഅതിൽ ഫഖറഹു വഅർളിഹു ലിൽ ഫിതൻ. അല്ലാഹുവേ, ഇയാളെ എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞത് ദുരാരോപണമാണെങ്കിൽ, ഇല്ലാത്തതാണെന്ന് നിനക്കറിയാമല്ലോ, അദ്ദേഹം കാദിബാണെങ്കിൽ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേന്ന്. ദീർഘായുസ് കൊടുത്തിട്ട് സുഖിക്കാനല്ല, ദീർഘായുസ് കൊടുത്ത്. അതുപോലെ വഅമി ബസറഹു, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാക്കി കളയണേ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. മാത്രമല്ല വഅതിൽ ഫഖറഹു, ദാരിദ്ര്യം കൊണ്ട് അദ്ദേഹത്തിന് നീ ജീവിതകാലം മുഴുവനും പരീക്ഷണമാക്കണം. വഅർളിഹു ലിൽ ഫിതൻ, ഫിത്നകളിലേക്ക് അയാളെ നീ വെളിവാക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വല്ലാതെ മനസ്സ് വേദനിച്ചുകൊണ്ട് എതിരായി ദുആ ചെയ്തു പോയതാണ്. അത് അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ കൂഫയിലൂടെ അങ്ങാടിയിലൂടെ, അതേ വയസ്സായി, താടിയൊക്കെ കണ്ണിൻ്റെ രോമം വരെ നരച്ച് വെളുത്ത് അദ്ദേഹം ഇങ്ങനെ വളരെ വിഷമിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. കണ്ണ് കാണുന്നില്ല, മെല്ലെ വടി കുത്തിപ്പിടിച്ച് പോവുകയാണ്. ദരിദ്രനാണ്, ഭിക്ഷക്ക് പോവുകയാണ്.
അതിനിടയിൽ ചെറിയ പെൺകുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം അവരെ തൊടുകയും ഞെക്കുകയും പിടിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു വിഷയമുണ്ടായി എന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഞാൻ പറയാണ്, സാന്ദർഭികമായി പറയാണ്, ഒരാളെ മനസ്സും വേദനിപ്പിച്ചു പോകരുതേ. അഥവാ വേദനിപ്പിച്ചു പോയി എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്താൽ മരിക്കുമെന്നുള്ള ബോധത്തോടെ അതൊന്ന് പറഞ്ഞ് പൊരുത്തപ്പിടിച്ച് ഞാനാരാണ്, ഞാൻ അങ്ങോട്ട് പോകില്ല, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ത് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ മരണം, എൻ്റെ ഖബർ, എൻ്റെ മഹ്ശർ, എൻ്റെ ഹിസാബ്, എൻ്റെ മീസാൻ, എൻ്റെ സിറാത്ത് അത് കണക്കിലെടുത്തുകൊണ്ട് ആരോട്, ഒരു പക്ഷേ അവൻ താഴ്ന്നവനായിരിക്കാം, തൻ്റെ കാഴ്ചയിൽ ജൂനിയറായിരിക്കാം, നീ ഒരു പക്ഷേ സീനിയറായിരിക്കാം, അവിടെ സീനിയോറിറ്റി പ്രശ്നമില്ലേ. ഉടനെ പോയി പൊരുത്തപ്പിടിച്ച് സംതൃപ്തി നേടണേ. മദ്ലൂമിൻ്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്ന ദുആയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, എന്താണ് ഇവിടുത്തെ വിഷയം? എന്താണ്? ആ സഅദ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅവ്വലു റജുലിൻ മിനൽ അറബി റമാ ബിസഹ്മിൻ ഫീ സബീലില്ലാഹി തആല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്ത ആളാണ് ഞാൻ. അറബികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആള് ഞാനാണ്. അതുപോലെ ഒരുപാട് ഞാൻ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. വലഖദ് കുന്നാ നഗ്സൂ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നബി തങ്ങളുടെ കൂടെ അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കുള്ള ആ സമയത്തുള്ള ഭക്ഷണം എന്തായിരുന്നു? ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടായിരുന്നില്ല. വമാ ലനാ ത്വആമുൻ ഇല്ലാ വറഖുസ്സജരി. ഭക്ഷണമില്ല, ആകെയുള്ള ഭക്ഷണം എന്താണ്? വൃക്ഷങ്ങളുടെ തളിരിലകളാണ്. ആ ഇലകൾ തിന്നുകൊണ്ടാണ് ഞങ്ങൾ കുറേ ദിവസങ്ങളോളം ജീവിച്ചത്. ഹത്താ ഇന്ന അഹദനാ ലയളഉ കമാ യളഉൽ ബഈറു വബിസ്സാത്തു. ആട് വിട്ടിക്കുന്നത് പോലെ, ഒട്ടകത്തിൻ്റെ വിസർജ്യം പോലെയായിരുന്നു. അന്നത്തിൻ്റെ യാതൊന്നുമില്ലാതെ, മറ്റ് ഭക്ഷണ വസ്തുക്കളൊന്നുമില്ലാതെ, വെറും ഇലകൾ ചവച്ചുകൊണ്ട് ഉണ്ടാകുന്ന ആട് തൂപ്പ് തിന്നിട്ട്, പിലാവിൻ്റെ തൂപ്പൊക്കെ തിന്നിട്ട് ആട് വിസർജിക്കുന്നില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ വിസർജിച്ചിരുന്നത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നേരത്തെയുള്ള അനുഭവം എടുത്തു പറഞ്ഞു. അപ്പോൾ സ്വന്തത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും തന്നെ ഒരു സന്ദർഭം വരാതെ, ഒരു മസ്ലഹത്തില്ലാതെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വിഷയത്തിലും എനിക്ക് കൂലി കിട്ടും, ഞാനൊരിക്കലും റബ്ബിൻ്റെ അടുക്കൽ അവിടെ പ്രതിയാവുകയില്ല എന്ന് 100% ബോധ്യപ്പെട്ടെടുത്തല്ലാതെ അവനവൻ്റെ പകറും പത്രാസും പറയാൻ പാടില്ല. അല്ലാതെ തന്നെ പൊക്കിയാവുക, മുസക്കിൻ നഫ്സ് ആകാൻ പാടില്ല. നമ്മളെല്ലാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ ഈ കൂട്ടത്തിലെ ഏറ്റവും താഴ്ന്നവനാണ്, എനിക്കറിയില്ല മറ്റുള്ളവരുടെ അമലുകൾ എന്താണെന്ന്, ഞാനത് കണ്ടുകൊള്ളണമെന്നില്ല. ആരെല്ലാം എന്തെല്ലാം സേവനങ്ങൾ എവിടെയൊക്കെ നടത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല. അതൊന്നും, അതിൻ്റെ കണക്കൊന്നും ആരും നമുക്ക് തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരെക്കുറിച്ചും അവർ വലിയ സേവനം ചെയ്യുന്നവരാണ്, അവർ നല്ലത് ചെയ്യുന്നവരാണ്, അവരെന്നേക്കാൾ ഇബാദത്തുള്ളവരാണ്. ഒരു പക്ഷേ ഈ റമദാൻ കടന്നു വന്നതിൻ്റെ ശേഷം എന്നേക്കാൾ, ഒരു പക്ഷേ എന്നല്ല, എല്ലാവരും എന്നേക്കാൾ ഖുർആൻ പാരായണം ചെയ്ത ആളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് കരുതേണ്ടത്. ഒരുപാട് ഖത്മ് തീർത്തവരുണ്ട്, എനിക്കത്രയൊന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ പല പല സേവനങ്ങളും, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച പലരുമുണ്ട്, എനിക്കതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനാണ് താഴെ, മറ്റുള്ളവരെല്ലാം മേലെയാണെന്നുള്ള ചിന്ത, അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നല്ല മനസ്ഥിതി നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ,
നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖിയാമുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു ഫർള് നിസ്കാരത്തിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. ഫർള് എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നത്ത് നിസ്കാരം അതിൽ നിന്ന് പുറത്തുപോയി. സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമില്ല. പക്ഷേ കഴിയുന്ന കാലത്തോളം, ആവതുള്ള കാലത്തോളം എല്ലാ സുന്നത്ത് നിസ്കാരവും നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി ഉണ്ടാവും. കഴിവുള്ളതോടുകൂടെ സുന്നത്ത് നിസ്കാരം ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാലോ, ഇരുന്ന് നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി ഉണ്ടാവും. പകുതിയേ ഉണ്ടാവുള്ളൂ, നേർപകുതിയേ ഉണ്ടാവുള്ളൂ. ഇതിനെല്ലാം കണക്കുണ്ട്, വെറുതെ ഒന്നല്ല. എല്ലാം കറക്റ്റായിരിക്കും, എല്ലാം കറക്റ്റായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പരമാവധി സുന്നത്ത് നിസ്കാരം നിന്ന് തന്നെ നിസ്കരിക്കുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. അങ്ങനെ ആകുമ്പോൾ പ്രായം കൂടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. റുക്കൂ ചെയ്യാനും സുജൂദ് ചെയ്യാനും കാലിൻ്റെ വിരലുകൾ വെക്കാനും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. കഴിവുള്ള ആളാണ് നിന്ന് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു. വബിൽ ഖാദിരി ഗൈറുഹു, ഖാദിർ കഴിവുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് കഴിവില്ലാത്ത ആള് പുറത്തുപോയി, അവൻ്റെ ഹുക്മെന്ത് വേറെയാണ്. ഉദാഹരണത്തിന് തുഹവയിലൊക്കെ പറയുന്നു, കറാക്കിബി സഫീനത്തിൻ ഖാബ നഹവ ദവറാനി റഅസിൻ ഇൻ ഖാമ. കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, കപ്പലിൽ പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പലിൽ വെച്ച് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ തല കറങ്ങിപ്പോകും, ബുദ്ധിമുട്ടാകും എന്ന് ഭയപ്പെട്ടാൽ ഫഇന്നഹു യുസല്ലി മിൻ ഖുഊദിൻ വലാ ഇആദത, അവന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാം, മടക്കി നിസ്കരിക്കേണ്ടതില്ല, പിന്നെ മടക്കേണ്ടതില്ല. അതേ സമയത്ത് നമ്മൾ എയറോപ്ലെയിനിൽ പോകുമ്പോൾ പലപ്പോഴും നിന്നിട്ട് തന്നെ കൃത്യമായി നിസ്കരിക്കാൻ സാധിക്കും, ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. സൗദി എയർലൈൻസൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കൃത്യമായിട്ട് തന്നെ നിസ്കരിക്കാൻ സാധിച്ചേക്കും, അതെപ്പോഴും കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതേ സമയത്ത് അങ്ങനെ സാധിച്ചില്ല, ഇരുന്നിട്ട് തന്നെ നിസ്കരിച്ചെങ്കിൽ നമ്മൾ ആ സമയത്തിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് നിസ്കരിക്കുക. എന്നിട്ട് പ്ലെയിനൊക്കെ ഇറങ്ങിയിട്ട് സൗകര്യം കിട്ടിയാൽ ആ നിസ്കാരം എന്ത് ചെയ്യുക, മടക്കുക. അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ, ട്രെയിനിൽ ചിലപ്പോൾ അത് നിർത്തിയിട്ട സമയത്ത് ഇവിടെ നോക്കിയിട്ട് നമുക്ക് നിന്നിട്ട് തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കാൻ ചിലപ്പോൾ സാധിക്കും. ഓടിക്കൊണ്ടിരിക്കുമ്പോഴും സാധിക്കും. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് സുജൂദ് റുക്കൂഅൊക്കെ കൃത്യമായി പൂർത്തിയാക്കി നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിസ്കാരം പിന്നെ മടക്കേണ്ടതില്ല. അതേ സമയത്ത് ട്രെയിനിൽ സാധിക്കുന്നില്ല, ഭയങ്കര തിരക്കാണ്. സാധാരണ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റായിരിക്കും ചിലപ്പോൾ കയറിയിട്ടുണ്ടാകാം. അങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര തിരക്ക്, നിസ്കാരത്തിൻ്റെ സമയം ഖളാ ആകാൻ പോവുകയാണ്, ജമ്മാ കണ്ടെത്തി ദൂരവും ഇല്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ആകുന്ന പോലെ ഇരുന്നിട്ട് തൽക്കാലം എന്ത് ചെയ്യുക, നിസ്കരിക്കുക. എന്നിട്ട് ഇറങ്ങിയതിൻ്റെ ശേഷം സൗകര്യത്തിൽ അത് മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. നിൽക്കുന്ന സമയത്ത് വയുസന്നു അഞ്ഞുപരിക ബൈന ഖദമൈഹി ബി ശിബിരിൻ, പല ആളുകളും പല കോലത്തിലാണ് കാലെന്ത് ചെയ്യുക. അതിനൊരു കണക്ക് ഷറഅ് പറയുന്നുണ്ട്. കണക്ക് ആക്കിയാൽ പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. ചിലരെന്ത് ചെയ്യും, ചില അപ്പുറത്തുള്ള ആളുകൾക്ക് ഇടങ്ങാറക്കുന്ന കാല് വല്ലാതെ അകറ്റി വെക്കും. അങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ അടുപ്പിച്ച് വെക്കാനും പാടില്ല, വളരെ അടുപ്പിച്ച് വെക്കാനും പാടില്ല. പിന്നെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അളവ്, അതാണ് പറഞ്ഞത്. ഒരു ചാൺ അളവാണ് കാല് രണ്ടും വിടർത്തി വെക്കേണ്ടത്, അകറ്റി വെക്കേണ്ടത്. ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ മുതുകല്ല് ശരിക്കും എന്ത് ചെയ്യുക, നിവർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരാൾ നിവർന്ന് നിൽക്കാൻ കഴിയാതെ വളഞ്ഞിട്ടാണുള്ളത് നിൽക്കുക. അങ്ങനെ ചിലപ്പോൾ ചിലരുണ്ട് അങ്ങനെ കുനിഞ്ഞിട്ട് തന്നെ, കുനിഞ്ഞാലൊക്കെ തന്നെ ഉള്ളത്. എന്നാൽ അത് റാക്കി റുക്കൂ ചെയ്ത ആളെപ്പോലെയാണ് അദ്ദേഹം ഉള്ളതെങ്കിൽ ഫസ്സഹീഹു അന്നഹു യഖിഫു കദാലിക, അദ്ദേഹം നിസ്കാരത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് വേണ്ടത്. വേഗം പോയി ഇരിക്കുകയല്ല വേണ്ടത്, അങ്ങനെ നിൽക്കുകയാണ് വേണ്ടത്. വയസീദു ഇൻഹിനാഅഹു ലിറുകൂഇഹി ഇൻ ഖദറ, എന്നിട്ട് റുകൂഇൻ്റെ സമയമാകുമ്പോൾ റുകൂഇന് കുറച്ചുകൂടി കുനിയാൻ സാധിക്കുമെങ്കിൽ കുനിയുക. സാധിക്കുമെങ്കിൽ മാത്രമേ വേണ്ടൂ. ഫഇല്ലം യഖ്ദിർ ലസിമഹു കമാ ഹുവ ളാഹിറുൻ ഇദാ ഖറഅ മിൻ ഖദ്രിൽ ഖിയാമി അൻ യസ്രിഫ മാ ബഅദഹു ലിർറുകൂഇ ബിതുമഅനീനതിഹി
ഇത് അത്യപൂർവമുള്ള ആളുകളാണെങ്കിലും മസാല പറയുമ്പോൾ തീർത്തും പറയണല്ലോ. ഈ പറഞ്ഞെന്താണെന്നറിയോ, ഒരാൾ റുക്കൂ ചെയ്ത പോലെയാണ് അയാൾ എപ്പോഴും ഉണ്ടാകുക, അയാൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾ അതേപോലെ തന്നെ നിസ്കാരത്തിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന് റുക്കൂഇന്റെ സമയത്ത് കുറച്ചുകൂടി ഒന്ന് കുനിയാൻ കഴിയുമെങ്കിൽ കുനിയണം. അതിന് സാധിക്കുന്നില്ലെങ്കിലോ അങ്ങനെ തന്നെ അയാൾ നിൽക്കണം. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലസിമഹു കമാഹുവ ലാഹിറുൻ, തുഹ്ഫയൊക്കെ പറയാണ്, നിർബന്ധമാണ് അദ്ദേഹത്തിന് ഇദാ ഫറഗ മിൻ ഖദറിൽ ഖിയാമി, അതൊക്കെ അദ്ദേഹത്തിന്റെ നൃത്തത്തിന്റെ അളവ് കഴിഞ്ഞു, അതായത് ഫാത്തിഹ ഓതി ചെറിയ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളത് റുക്കൂഉം അതിന്റെ തുമഅനീനത്തോടുകൂടെ റുക്കൂഇന് വേണ്ടിയാണ് എന്ന് അയാൾ കരുതണം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എന്താണ്? സുജൂദിന് വേണ്ടി, ഇഅ്തിദാലിന് വേണ്ടി ഉള്ളതാണ് എന്ന് കരുതണം. പറഞ്ഞാൽ മനസ്സിലായില്ല? അതായത് റുക്കൂ ചെയ്ത പോലെയാണ് അയാളുള്ളത്. അയാൾ അങ്ങനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഫാത്തിഹയും സൂറത്തൊക്കെ കഴിഞ്ഞ് അയാൾക്ക് ഇനി അടുത്ത പരിപാടി റുക്കൂആണ്. ആ റുക്കൂഇന് അദ്ദേഹത്തിന് ഒരല്പം പോലും കൂടുതൽ കുനിയാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുക. അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ടുള്ള സമയം റുക്കൂ ആണ് എന്ന കരുത്തായൊക്കെ വേണം. റുക്കൂഇന് അതിൻ്റെ തുമഅനീനത്തോടുകൂടെ റുക്കൂഇനാണെന്ന് കരുതാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതോ ഇഅ്തിദാലിനാണെന്ന് കരുതണം. സാധാരണ നിലയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ റുക്കൂ വേറെ കരുതുക, സുജൂദ് വേറെ കരുതുക, ഇഅ്തിദാൽ വേറെ കരുതുക, അങ്ങനെ ഇല്ല. പക്ഷേ ഇവിടെ ഇത് വേണം. എന്നിട്ട് ഓരോ റുക്കിനും നമ്മൾ പ്രത്യേകം നിർത്തോ, അതുപോലെ തന്നെ റുക്കൂ കരുതുക, ഇഅ്തിദാൽ കരുതുക, സുജൂദ് കരുതുക, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം കരുതുക, അങ്ങനെ ആവശ്യമില്ല. അങ്ങനെ കരുതണ്ട എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ രൂപത്തിൽ അല്ല. അത് ഈ മസാല അതിൽ നിന്ന് ഒഴിവാണ്. ഇവിടെ എന്ത് ചെയ്യണം? അത് റുക്കൂ ആണ് എന്നൊക്കെ ധാരണ ഉണ്ടാകണം. അതിൻ്റെ അപ്പുറത്തത് ഇഅ്തിദാലാണെന്ന് അദ്ദേഹത്തിന് ധാരണ ഉണ്ടാകണം, കരുത്തുണ്ടാകണം എന്ന്. ഇനി വലൗ അജസ അനിൻ നുഹൂദി ഇല്ലാ ബിമുഈനിൻ, ഒരാൾക്ക് എണീറ്റ് നിൽക്കുവാനാണല്ലോ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നിട്ടാണുള്ളത്. നിസ്കരിക്കാൻ എണീറ്റ് നിൽക്കണ്ടേ? എണീറ്റ് നിൽപ്പിച്ചു കൊടുത്താൽ പിന്നെ പറഞ്ഞ നിൽക്കുവാനിങ് ആകുന്നില്ല. അങ്ങനെ നിൽക്കാനാകുന്നില്ല. നുഹൂദിന് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഒരു സഹായി ഉണ്ടെങ്കിലേ കഴിയൂ എങ്കിൽ ലസിമഹു, അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കൽ നിർബന്ധമാണ്. വലൗ ബി ഉജ്റതി മിസ്ലിൻ തൊലബഹാ ഫാദിലതൻ അമ്മാ യുഅ്തബറു ഫിൽ ഫിത്രതി ഫീമാ യദ്ഹറു. അതായത് ഒരാൾ സഹായത്തിന് വേണം, അയാളൊരു ക്യാഷ് ചോദിക്കുന്നുണ്ട്, ഇത്ര പൈസ തന്നാലേ ഞങ്ങൾ പിടിച്ച് എണീപ്പിച്ച് തരുള്ളൂ, ഓരോ നിൽക്കാത്തതിൻ്റെ സമയത്ത് എണീപ്പിച്ച് തരണം, ഇത്ര പൈസ തരണം. അതൊരു സാധാരണ നിലയിൽ അങ്ങനത്തെ ഒരു പണി ഈ കാലത്ത് ഇവിടെ വെച്ച് ചെയ്താൽ അത്ര കൊടുക്കണമെന്നുള്ള ഒരു കഥ, അതാണ് ഉജറത്ത് മിസ്ൽ എന്ന് പറയുക. അങ്ങനെയുള്ളൊരു കൂലിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെങ്കിൽ ആ കൂലി കൊടുത്തിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചെലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ആ കൂലി കൊടുത്തിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സഹായിയെ കൊണ്ട് എഴുന്നേറ്റ് നിൽപ്പിച്ച് നിസ്കരിക്കണം എന്ന് തുഹഫ രേഖപ്പെടുത്തുന്നു. ഇനി ഇൻഷാ അല്ലാഹ് മറ്റു മസല അധികം മടുത്താൽ പിന്നെ ശരിയാവില്ല, നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ആവശ്യമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാഹു തആല ഉപകാരപ്രദമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ അഗത്തി ദ്വീപിലുള്ള സുക്കൂർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യ സുബൈദ എന്നവരുടെ പേരിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു ഓയിൽ തലയെക്കെട്ട്, ഒരു 40ഓളം തലയെക്കെട്ടും അതുപോലെ 15ഓളം മുണ്ട് അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. സഈദ് ഉസ്താദ് പ്രത്യേകം അത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സഈദ് ഉസ്താദ് സിറാജിന്റെ ആവശ്യത്തിന് വേണ്ടി ദ്വീപിൽ പോയിരുന്നു. ഇന്നലെ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ആ യാത്രയിൽ അദ്ദേഹത്തെ സഹായിച്ച, അവിടെ നിന്ന് സിറാജുൽ ഹുദക്ക് വേണ്ടി മറ്റു സംഭാവനകളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എവിടെയെല്ലാം ആരെല്ലാം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم على رسولك وحبيبك سيدنا محمد
وعلى آل وأصحاب سيدنا ومولانا محمد അർഹമുറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ നിൻ്റെ അടിമകളാണ്. നീ ഞങ്ങളെ യജമാനനും എല്ലാറ്റിനും കഴിവുള്ള രാജാവുമാണ്. ഞങ്ങളുടെ അമലുകളൊന്നും നീ എടുത്തിട്ടില്ലെങ്കിൽ കംപ്ലൈൻ്റ് ഒന്നും നിനക്കില്ല, നിനക്കൊന്നും വരാനില്ല. പക്ഷേ സാധുക്കളായ ഞങ്ങൾ വിഷമിച്ചു പോകും. ഞങ്ങളുടെ എല്ലാ അമലുകളും നീ നിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സംസാരങ്ങൾ നിൻ്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നിൻ്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. മഗ്ഫിറത്തിൻ്റെ 10 ഇന്ന് അസ്തമയത്തോടെ ഞങ്ങളോട് വിട പറയുകയാണ്. ഞങ്ങളെ ആരെയും ഈ റമദാൻ കടന്നു വന്നിട്ടും ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാത്ത ഹതഭാഗ്യരിൽപ്പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യാസന്തതികൾ, ശിഷ്യന്മാർ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാം ഖേദിച്ച് മടങ്ങുന്നവരാണ്. ജീവിതത്തിൽ വന്നുപോയ ഏത് തെറ്റുകുറ്റമാണെങ്കിൽ ചെറുതോ വലുതോ അതൊക്കെ നിന്നെക്കൊള്ള ചേർത്തി നോക്കിയാൽ അടിമകളായ ഞങ്ങൾ ചെയ്തത് വലുത് തന്നെയാണ്, ചെറുതൊന്നുമില്ല. എല്ലാം പൊറുക്കാൻ നിനക്കൊരു പ്രയാസവുമില്ല. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഏടുകൾ ക്ലിയറാക്കണം റഹ്മാനെ. കിതാബിയ, ഇതാ പിടിച്ചോളൂ എൻ്റെ ഗ്രന്ഥം, എൻ്റെ ഏട് നിങ്ങൾ വായിച്ചോളൂ, പ്രശ്നമില്ല. ആ നിലക്ക് ആ കിതാബ് ലഭിക്കുന്ന സമയത്ത് സന്തോഷം പങ്കിടുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഉന്മേഷവും നൽകണേ അല്ലാ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ മനസ്സിൽ ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ആഗത്തി ദ്വീപിലുള്ള ശുക്കൂർക്ക് എന്തൊക്കെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുബൈദ എന്നവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരുടെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങളും മരിച്ച് ഖബറുകളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ സ്വർഗീയ അനുഭൂതികളുടെ ഖബറാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രകളൊക്കെ നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പലതും ശരിയായി കിട്ടേണ്ട പലരുമുണ്ട്. വിസ ശരിയാകേണ്ടവരുണ്ട്, മറ്റ് പല രേഖകളും ശരിയാകേണ്ടവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണം റഹ്മാനെ. യാ അല്ലാഹു യാ അല്ലാ, രോഗികൾ പലരും ഹോസ്പിറ്റലിലുണ്ട്, അതേ വീട്ടിൽ വന്നവരുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. വളരെ ബന്ധപ്പെട്ട ഒരു സഹോദരി ചെന്നൈയിൽ ഹോസ്പിറ്റലിലുണ്ട്. ഏതൊരു രോഗത്തിന് ചികിത്സക്കാണോ പോയത് അത് നീ പൂർണ്ണമായി ഫലപ്രദമാക്കി അല്ലാ. നീ നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്രയോ രോഗങ്ങൾ നീ സുഖപ്പെടുത്താറുണ്ടല്ലോ, മാറുകയില്ലെന്ന് വിചാരിക്കുന്ന രോഗവും സുഖപ്പെട്ടതുണ്ടല്ലോ. നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം നീ തീർത്തു തരണേ അല്ലാ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, വിദേശ രാജ്യങ്ങളിൽ